നമസ്കാരം. മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ. രണ്ടാം വരവ് ഇപ്പോൾ നായികമാർക്കൊരു രാശിയാണെന്നാണ് പൊതുവെ പറയുന്നത്. അതിനുദാഹരണമാണ് മഞ്ജു വാര്യരും നവ്യ നായരും ഒക്കെ. മഞ്ജു വിവാഹമോചനത്തിന് ശേഷമാണ് വന്നതെങ്കിൽ നവ്യ ഭർത്താവിന്റെ സപ്പോർട്ട് കൂടിയാണ് തിരിച്ചെത്തിയതെന്ന് മാത്രം. നന്ദനം എന്ന ഒരു സിനിമ മാത്രം മതി നവ്യ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ. ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളിക്ക് ആ നാടൻ ചേരുള്ള പെൺകുട്ടി തന്നെയാണ്. അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ ശ്രദ്ധിക്കുകയായിരുന്നു നവ്യ നായർ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്ത് വിവാഹിതയായ നവ്യ വിവാഹത്തോടെ ഭർത്താവ് സന്തോഷിനൊപ്പം മുംബൈയിലേക്ക് സ്ഥിരതാമസമാക്കിയിരുന്നു. പിന്നാലെ മകൻ ഒരു പ്രായം എത്തിയതോടെയാണ് സിനിമയിൽ സജീവമാകുന്നത്. നവ്യയ്ക്കൊപ്പം തന്നെ മകൻ ഇപ്പോൾ നിഴലായി കൂടെ ഉണ്ടാകാറുണ്ട്. പല വേദികളിൽ വെച്ചും മകനെക്കുറിച്ച് പറയുമ്പോൾ നവ്യ ഇമോഷണൽ ആകും. മുംബൈ വിട്ട് നവ്യയും മകനും കേരളത്തിലേക്ക് തിരികെ എത്തിയതും മകന്റെ പഠനം മുൻപിൽ കണ്ടുകൊണ്ടാണ്. ബിസിനസ് തിരക്കുകളുടെ ഇടവേളകളിൽ മകനും ഭാര്യയ്ക്കുമൊപ്പം സമയം ചിലവഴിക്കാൻ സന്തോഷം എത്തും. ഇക്കഴിഞ്ഞ മകന്റെ 13ാം പിറന്നാൾ ദിനവും സന്തോഷ് മേനോനും നവ്യയും അത്യന്തം ആർഭാടപൂർവ്വം ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് മുൻപേ തന്നെ ഒരു സൂചന നവ്യ നൽകിയിരുന്നു. അതിനായി മകൻ ഒരു ഷോപ്പിംഗ് നടത്തിയതൊക്കെ വീഡിയോ രൂപത്തിൽ നവ്യ പങ്കുവച്ചിരുന്നു. അവൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കട്ടെ, നല്ലൊരു മനസ്സിന്റെ ഉടമയായി വളരട്ടെ, നല്ല മനുഷ്യനായി ജീവിക്കട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു അമ്മ എന്ന നിലയിൽ നിനക്ക് നല്ല കാര്യങ്ങൾ കാണിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആകണമേ. എപ്പോഴും നിനക്ക് നല്ല വഴി കാട്ടിത്തരാൻ എന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിയണമേ എന്നാണ് പ്രാർത്ഥന. എന്റെ ജീവിതത്തിലെ വഴികാട്ടിയായ, എന്റെ ജീവിതത്തിലെ എല്ലാം വലിയ വലിയ തീരുമാനങ്ങൾക്കും കാരണക്കാരനായ, എന്റെ എല്ലാമായ സായിക്കുട്ടന് എന്റെ വാവയ്ക്ക് 1000 ജന്മദിനാശംസകൾ. എല്ലാവരുടെയും വേദന കണ്ടാൽ മനസ്സിലാക്കുന്ന, എല്ലാവരുടെയും വേദനയിൽ മനസ്സലിവുണ്ടാകുന്ന നല്ലൊരു മനുഷ്യനായോ നീ വളരണമെന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. എനിക്ക് ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നല്ലൊരു കുഞ്ഞായി, മോനായി, നല്ലൊരു മനുഷ്യനായി നീ മാറണം. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവുമാണ് നീ എന്നായിരുന്നു നവ്യ പറഞ്ഞത്. ഇത്രയും നല്ലൊരു കുഞ്ഞിനെ സമ്മാനിച്ചതിന് നന്ദി പ്രിയ പൊന്നു. ജന്മദിനാശംസകൾ പ്രിയവാവേ. നിങ്ങളുടെ ജന്മദിനാഘോഷം ഞായറാഴ്ചത്തിലേക്ക് മാറ്റിവെക്കാനുള്ള എന്റെ അഭ്യർത്ഥന സ്വീകരിച്ചതിന് നന്ദി. നമ്മൾ മാക്സിമം ആഘോഷിക്കും എന്നായിരുന്നു കഴിഞ്ഞ വട്ടം മകന്റെ പിറന്നാൾ ദിനത്തിൽ സന്തോഷ് കുറിച്ചത്. അനന്തരവന്റെ പിറന്നാൾ ദിനം മനോഹരമായ ഒരു കുറിപ്പാണ് നവ്യയുടെ സഹോദരൻ രാഹുലും പങ്കിട്ടത്.